കാശി ഒരു പ്രത്യേക രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മുഴുവൻ നഗരം തന്നെ അറിവിൻ്റെ ഒരു സ്ഥലമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ നഗരം 7 പാളികളായി നിർമ്മിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ആ 7 പാളികളിലൂടെയും കടന്നു പോകണം. 8 ദിക്കുകളിലായി 56 ഗണേശ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഭക്തർ നടത്തിവരുന്ന പ്രധാനപ്പെട്ട പദയാത്രകളിലൊന്നാണ് 108 ക്ഷേത്രങ്ങൾ കാൽനടയായി സന്ദർശിക്കുന്ന യാത്ര പഞ്ചകോശി പരിക്രമ. പാതയിലുടനീളം 5 പ്രധാന ഗ്രാമങ്ങളുണ്ട്. വിശ്രമിക്കാനും രാത്രി തങ്ങാനും സൗകര്യമുണ്ട്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാർ പണിത ധർമ്മശാലകൾ ഇന്നും നിലനിൽക്കുന്നു. പഞ്ചക്രോശി മാർഗത്തിലൂടെ വലത്തോട്ട് ചുറ്റുന്ന ദിശയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും റോഡിൻ്റെ വലത്തുവശത്താണ്. അവയാണ് പഞ്ചക്രോശി മണ്ഡലത്തിൻ്റെ ബാഹ്യപരിധി. പഞ്ചക്രോശി പരിക്രമ മണികർണിക ഘാട്ടിൽ ഗംഗയിൽ ഒരു സ്നാനത്തോടെ ആരംഭിക്കുന്നു. യാത്രയിലെ പ്രധാന ക്ഷേത്രങ്ങൾ: ആദ്യത്തെ പ്രധാന ക്ഷേത്രം ആദി കർമ്മദേശ്വർ. ഇവിടെയുള്ള ലിംഗം കർമ്മദേശ്വർ മഹർഷി പ്രതിഷ്ഠിച്ചതാണ്. കാശിഖണ്ഡ് പുരാണം പറയുന്നു, യക്ഷന്മാരും ഭൂതഗണങ്ങളും ജലാശയങ്ങളുടെ സമീപത്തുള്ള മരങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഈ പാതയിലുടനീളം അവരുടെ ക്ഷേത്രങ്ങളും അതേ രീതിയിലാണ്. രണ്ടാമത്തെ ക്ഷേത്രം ഭീമാശങ്കർ മന്ദിരം. കർവട്ട് ക്ഷേത്രം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കർവട്ട് ക്ഷേത്രം കാശിയിലെ പ്രത്യേക ക്ഷേത്രം. മോക്ഷം നേടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അവിടെ ഒരു പ്രത്യേക ക്രമം നിലനിന്നിരുന്നു. അവിടെ ഉപയോഗിച്ചിരുന്നത് തടി മുറിക്കുന്ന വലിയ അറക്കത്തിയായിരുന്നു. പ്രാദേശികമായി ആ അറക്കത്തിയെ കർവട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നും ആ ക്ഷേത്രത്തിലെ ലിംഗത്തെ കർവട്ട് ലിംഗം എന്നാണ് വിളിക്കുന്നത്. ദൂരങ്ങളിൽ നിന്ന് ആളുകൾ കാശിയിലേക്ക് യാത്ര ചെയ്തു വന്നു. അവർ കർവട്ട് ആഗ്രഹിച്ചു. അത് അർത്ഥമാക്കുന്നത് ശിവലിംഗത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ കർവട്ട് വഴി അകത്തെ മോചനം തേടുക എന്നതായിരുന്നു. ആ ലക്ഷ്യത്തിനായി തന്നെയാണ് ആ ശിവലിംഗം സ്ഥാപിച്ചിരുന്നത്. ബ്രിട്ടീഷ് കാലത്ത് ഇത് നിരോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ കർവട്ട് നീക്കം ചെയ്തു. ഇന്നത് ഒരു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ടെന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ശിവ ആദി ഹൈ, ശിവ അന്ത് ഹൈ, ശിവ മോക്ഷ ഹൈ, ശിവ പ്രേമ ഹൈ.